HIRന് പുറത്തുള്ള ആളുകൾക്കൊന്നും ഇനി യാതൊരുവിധ സർക്കാരിന്റെ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതല്ല. ഇത് കർണാടകയിൽ ഡി.കെ. ശിവകുമാർ അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു വിഷയം വരുന്ന സമയത്ത് ഈ SIRന് പുറത്തുള്ള കർണാടകയിലുള്ള സാധാ ജനങ്ങൾക്കും ഈ ആനുകൂല്യങ്ങളൊന്നും കിട്ടാതെ പോകുന്നൊരു സാഹചര്യമായിരിക്കില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇത് അടിസ്ഥാനപരമായിട്ട് ഒരു പൗരത്വത്തിന് തുല്യമായിട്ടുള്ള കാര്യമാണ് SIR എന്ന് പറയുന്നത്. എങ്ങനെയാണ് SIRന്റെ കഥ നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. SIR എങ്ങനെയായിരുന്നു? വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ മുമ്പ് നമ്മൾ ഇവിടുത്തെ സിറ്റിസൺ ആണെന്ന് ഉറപ്പുവരുത്തണം. അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് കോടതിയൊക്കെ സമീപിച്ചു പലരും. അപ്പൊ കോടതി പറഞ്ഞു, ഇതെന്താണ് ഈ പൗരത്വം ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കുന്നതെന്ന് ചോദിക്കുന്നു. പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നു, വോട്ടിന് അവകാശം ഇവിടുത്തെ പൗരന്മാർക്ക് മാത്രമാണ്. ഇവിടുത്തെ പൗരനാണെങ്കിൽ മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ SIR എന്ന് പറയുന്ന ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? പൗരന്മാർക്ക് വേണ്ടിയിട്ട്. പൗരന്മാർക്ക് അപ്പൊ വേണ്ടിയിട്ട്. SIR എന്തുകൂടെ ഉറപ്പാക്കുന്നുണ്ട്? പൗരത്വം പൗരത്വം. ഉറപ്പാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പൗരനാണെങ്കിലാണ്, അപ്പൊ അനധികൃതമായിട്ട് വന്ന ഒരാൾ, അയാൾ പൗരനല്ലെങ്കിൽ അയാൾ വോട്ടർ പട്ടികയിൽ കയറി പറ്റിയാൽ അയാൾക്ക് ഒരു പൗരത്വത്തിനുള്ള അർഹത ലഭിക്കുന്നതാണ്. അനർഹരായിട്ടുള്ളവരെ അപ്പോൾ ഒഴിവാക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പൗരന്മാരല്ലാത്തവർക്ക് എങ്ങനെയാണ് ഈ പറയുന്ന SIR പേരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരന്മാരല്ല എന്നാണ് അർത്ഥം. അപ്പൊ പൗരന്മാരല്ലാത്തവർക്ക് എങ്ങനെയാണ് ഈ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയുക? അങ്ങനെ അല്ല. പക്ഷെ അതിനകത്ത് പല കാര്യങ്ങളുമുണ്ട്. SIRൽ പേര് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആനുകൂല്യങ്ങൾ അങ്ങനെ നിഷേധിക്കാൻ പൂർണ്ണമായിട്ടും കഴിയില്ല. ചില കാര്യങ്ങൾ അതിനകത്ത് ചോദ്യം ചെയ്യപ്പെടാം എന്നുള്ളതേ ഉള്ളൂ. ഡി.കെ. ശിവകുമാർ ഒരുപക്ഷേ വളരെ ഗൗരവത്തോടു കൂടി SIRനെ കാണണം എന്നുള്ളതിനെ പറ്റിയായിരിക്കാം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യമുണ്ട്. നമ്മളുടെ അവകാശങ്ങളെ പറ്റി സംസാരിക്കുമല്ലോ. എൻ്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, എൻ്റെ മൗലിക അവകാശമാണ് എന്ന് നമ്മൾ രാജിക്ക് 40 വട്ടം പറയാറുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിൽ, ഇല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിസ്റ്റുകളാണെങ്കിൽ ഇത് ഘോര ബാധിക്കുകയും ചെയ്യും. പക്ഷേ ഈ അവകാശങ്ങൾ എന്നുള്ള ആർട്ടിക്കിൾ 19 നമ്മൾ പറയുമല്ലോ, റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടീസ് ഒക്കെ പറയുമല്ലോ, ഒരു വ്യക്തിയുടെ അവകാശങ്ങളെ പറ്റി. അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അടുത്ത 2 പാർട്ട് കഴിയുമ്പോൾ ആർട്ടിക്കിൾ 51A അതിനകത്ത് പറയുന്നുണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ അവകാശങ്ങളെ പറ്റി മാത്രമല്ല കടമകളെ പറ്റി കൂടി ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ കടമയാണ്, രാജ്യത്തോടുള്ള ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഉള്ള ബാധ്യത നമുക്കുണ്ട്. അത് വളരെ കൃത്യമായിട്ട്, വളരെ ശരിയായിട്ട് നമ്മൾ അവതരിപ്പിക്കുക തന്നെ വേണം, അത് ചെയ്യുക തന്നെ വേണം. അത് നിർവഹിക്കാത്തടത്തോളം എന്താണ്, പൗരന്റെ പ്രാഥമിക ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ്. അതെങ്ങനെ ശരിയാവും? അപ്പൊ SIRൽ പേര് വരിക, SIR ഒരു സ്ക്രൂട്ടിനിക്ക് വിധേയമാകുന്നുണ്ട്. ആ സ്ക്രൂട്ടിനിയിലൂടെയാണ് അതിലേക്ക് ആൾക്കാരെ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ പൗരന്മാരാണെന്ന് തെളിയിക്കപ്പെടുകയാണ്. അവിടെ പൗരത്വത്തിന് രാജ്യത്ത് രേഖയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട. ഇപ്പോൾ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പാസ്പോർട്ട് പൗരത്വ രേഖയല്ല, അതറിയാമല്ലോ. പാസ്പോർട്ട് യാത്രാ രേഖയാണ്. അപ്പോൾ എന്താണ് പൗരത്വ രേഖ? പൗരത്വ രേഖയ്ക്ക് ആധികാരികമായിട്ട് എൻ്റെ പക്കലുള്ളത് എൻ്റെ വോട്ടർ ഐഡി ആയിരിക്കും. ബർത്ത് സർട്ടിഫിക്കറ്റ്. ബർത്ത് സർട്ടിഫിക്കറ്റ്. ഏറ്റവും പ്രാമാണികമായിട്ടുള്ള അതിനുള്ള തെളിവ് എന്ന് പറയുന്നത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്. ബൈ ബർത്ത് ഞാൻ ഇന്ത്യനാണ്. എൻ്റെ അച്ഛനും അമ്മയും ഇന്ത്യക്കാരാണ്. അവർ ഇന്ന നാട്ടിൽ ജനിച്ചവരാണ്, ഇന്ന നാട്ടിൽ ജീവിക്കുന്നവർ. അവരുടെ സർട്ടിഫിക്കറ്റുകളുണ്ട്. എൻ്റെ ഒരുപാട് രേഖകൾ, ഇതിൻ്റെ പൗരത്വം ഒറ്റ രേഖ കൊണ്ടല്ല തെളിയിക്കപ്പെടുന്നത്. ഞാൻ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്നത് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം, അത് സർക്കാർ രേഖകളിൽ ഉണ്ടായിരിക്കണം. മറ്റൊന്ന് എൻ്റെ ഈ പറയുന്ന വോട്ടർ ID ഉണ്ടായിരിക്കണം. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും രേഖകൾ ഉണ്ടായിരിക്കണം. എനിക്ക് വസ്തുവോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ എനിക്ക് ഈസിയാണ് എൻ്റെ ഇതിലേക്ക്. ഇപ്പോൾ വീടില്ലാത്ത ഒരാളാണെങ്കിൽ, അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ കൂടി നമ്മുടെ പൗരത്വം തെളിയിക്കാനായിട്ട് മറ്റ് ചില കാര്യങ്ങൾ കൂടി സർക്കാർ എന്നെ ഇത്ര വർഷമായിട്ട് അറിയാമെന്നുള്ള ജനപ്രതിനിധിയുടെ അല്ലെങ്കിൽ ആ നാട്ടിലുള്ള മറ്റ് പൗരത്വമുള്ള ആൾക്കാരുടെയൊക്കെ സാക്ഷ്യപത്രം മതിയാവും. ആ സാക്ഷ്യപത്രങ്ങൾ ഇങ്ങനെ പല വിധമായ രേഖകൾ ചേർത്താണ് പൗരത്വം തെളിയിക്കും. ഇതിനെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും. ഞാൻ പൗരനല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടും. പൗരനല്ല എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് നിൽക്കാനുള്ള അവകാശമില്ല. അങ്ങനെ നിൽക്കണമെങ്കിൽ എനിക്ക് എന്തായിരിക്കണം? വിസ ഉണ്ടായിരിക്കണം. എനിക്ക് എൻ്റെ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം, എന്ന് വിസയും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലേ എനിക്ക് രാജ്യത്ത് നിൽക്കാൻ കഴിയുള്ളൂ. അനധികൃതമായി വന്നു ചേരുന്നവർക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല, അവർക്ക് അതിനുള്ള അർഹതയില്ല. ഇല്ലെങ്കിൽ അഭയാർത്ഥിയായിരിക്കണം. അന്താരാഷ്ട്ര സമൂഹം ഒരാളെ അഭയാർത്ഥിയായി കണ്ട് ഇന്ന പ്രശ്നങ്ങൾ കൊണ്ട്, ഗുരുതരമായിട്ടുള്ള എന്താ പ്രകൃതി ദുരന്തം കൊണ്ടോ, ഇല്ലെങ്കിൽ യുദ്ധം കൊണ്ടോ, ആഭ്യന്തര കലഹം കൊണ്ടോ, ഇല്ലെങ്കിൽ വംശീയ കലാപങ്ങൾ കൊണ്ടോ, പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ ഒരിടത്ത് നിൽക്കാൻ കഴിയാതെ ഓടിപ്പോകുന്ന ആൾക്കാർ, അവർക്ക് അഭയാർത്ഥികളായിട്ട് ലോക രാജ്യങ്ങളുടെ സമൂഹം കൂട്ടായി അംഗീകരിച്ച് അവർക്ക് ആ കാർഡ് കൊടുക്കണം. അവിടെയും കാർഡുണ്ട്. അല്ല, ഇപ്പൊ ഇവിടെ ഈ ഡി.കെ. ശിവകുമാർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ സർക്കാരിന്റെ യാതൊരുവിധ ആനുകൂല്യങ്ങളും
ലഭിക്കുന്നതല്ല ലഭിക്കുന്നു. അതെ, എന്നായിരിക്കും. അപ്പോ കർണാടക സർക്കാർ കൊടുക്കുന്ന സൗജന്യ യാത്ര തുടങ്ങി പെൻഷൻ, അതെ. റേഷൻ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കുകയില്ല. അപ്പൊ അങ്ങനെ ലഭിക്കാതിരിക്കുന്ന സമയത്ത് എല്ലായിടത്തും ഈ ഒരു സർക്കാർ ആനുകൂല്യങ്ങൾ കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ആളുകളുമുണ്ട്. അത് പറ്റില്ല, അല്ലെങ്കിൽ അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് അഥവാ ഇതിന് പുറത്താണ് എങ്കിൽ, എസ്ഐആറിന് പുറത്താണ് എങ്കിൽ നിർബന്ധിതമായി അത് ചേർക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തപ്പെടും. അങ്ങനെയല്ലേ ഈ ഒരു ഇങ്ങനൊരു കാര്യം കർണാടകയിൽ നടപ്പിലാക്കുകയാണെങ്കിൽ തോന്നുന്നത്. ഈ ശിവകുമാർ ഈ പറയുന്ന കാര്യങ്ങൾക്കകത്ത്, ഡി കെ ശിവകുമാർ പറയുന്ന ഈ കാര്യങ്ങൾക്കകത്ത് ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വേണം പറയാൻ. പശ്ചിമ ബംഗാളിൽ SIR-യുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ നിന്ന് പുറത്തുപോയ ആൾക്കാർ, അവിടെ കാരണം അനധികൃത കുടിയേറ്റം വലിയ തോതിലുണ്ട്. ആ ആൾക്കാർക്കൊക്കെ തന്നെ റേഷൻ ഇല്ല ഇനി മുതൽ. അവരെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. കാരണം വലിയ തോതിലുള്ള സമയം അവർക്ക് കൊടുത്തിരുന്നു SIR-ൽ പേര് ചേർക്കാനായിട്ട്. കർണാടക സംസ്ഥാനവും ഈ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഡി കെ ശിവകുമാർ പറയുന്നത് കൃത്യമായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന റേഷൻ ആനുകൂല്യങ്ങൾ അടക്കം കിട്ടില്ല. പശ്ചിമ ബംഗാളിൽ ഉത്തരവ് പുറപ്പെടുവിച്ചു. അവിടുത്തെ സ്ഥിതി വ്യത്യസ്തമാണ്. ഇവിടെ കർണാടകയിലും അനധികൃതമായി എത്തിയ ബംഗ്ലാദേശിലുണ്ട്, ഇവിടെ കേരളത്തിലുണ്ട്. കേരളത്തിൽ ഇഷ്ടം പോലെ ആ, ഉണ്ട്. അപ്പൊ അപ്പൊ ഇങ്ങനെ ഒരു കാര്യം കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടുത്തെ ബാക്കിയുള്ള കക്ഷി രാഷ്ട്രീയ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള CPM അതിന് ഒട്ടും സമ്മതിക്കില്ല. അതുപോലെ തന്നെ ഈ വോട്ട് ബാങ്കുകൾ എന്നൊക്കെ പറയുന്ന ഒരു വിഷയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെയൊക്കെ അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ വലിയ രീതിയിലൊരു, അല്ലെങ്കിൽ അങ്ങനെ പറ്റില്ല. ആദ്യം തന്നെ അടിച്ചിറക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആനുകൂല്യമൊക്കെ നിർത്തുന്നു എന്നായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. പക്ഷെ കേരളത്തിലാണ് ഏറ്റവും നല്ലത് ചെയ്യാൻ കാരണം എന്ന് പറയട്ടെ, ഇവിടെ അനധികൃത രാജ്യത്തിന്റെ പൗരന്മാരല്ലാത്ത ആൾക്കാർ ഇവിടെ ഇല്ലല്ലോ, ഇവിടെ കുറവല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പണ്ട് കാലത്ത്, അതായത് സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്ത് ഈ കച്ചവടത്തിനൊക്കെ ആയിട്ട് പോയിട്ടുള്ള പാകിസ്ഥാനിലൊക്കെ ബിസിനസ്സിന് പോയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവര് അവിടെ പാകിസ്ഥാൻ പാസ്പോർട്ട്, പാകിസ്ഥാൻ പൗരത്വം സ്വീകരിച്ചവരായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേരളത്തിന് മലപ്പുറത്തൊക്കെ. അങ്ങനെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നത്. പക്ഷെ ആ എണ്ണം വലുതല്ല, ചെറിയ എണ്ണമാണ് എങ്കിൽ കൂടി. അപ്പൊ അവർക്ക് ഇപ്പൊ നല്ല പ്രായമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ്. പക്ഷെ അവരുടെ കുട്ടികൾ, മക്കൾക്കൊക്കെ ബൈ ബർത്ത് അവർക്ക് ഈ ഇന്ത്യയിലെ പൗരത്വം സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ SIR-ൽ നിന്ന് പുറത്തുപോയവർ തെറ്റായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലോ ഇല്ലെങ്കിൽ മതിയായ രേഖകൾ ഹാജരാക്കാൻ കഴിയാതെ പുറത്തായവരാണ്. അവർക്കൊക്കെ SIR-ൽ കയറാൻ കഴിയും. കയറാൻ കഴിയാത്ത ഒരു വിഭാഗം ഇവിടെ ഉള്ളവർ എന്ന് പറയുന്നത് ശ്രീലങ്കയിൽ നിന്ന് കുടിയേറിയവരുണ്ടെങ്കിൽ അവർക്ക് പറ്റില്ല, അവർ പൗരന്മാരല്ലെങ്കിൽ. ബംഗ്ലാദേശ്. പിന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ളവരുണ്ടെങ്കിൽ അവർക്ക് പറ്റില്ല. റോഹിംഗ്യൻസ് ഉണ്ട് കേരളത്തിൽ, അവർക്ക് പറ്റില്ല. അവർക്കൊന്നും പൗരത്വം കിട്ടില്ല. അവരെ പൗരന്മാരായിട്ട് അംഗീകരിക്കാനും കഴിയില്ല. അങ്ങനെയുള്ളവർ SIR-ന് വെളിയിലാണ്, അവർക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടില്ല. ഇത് കർശനമായിട്ടുള്ള നടപടിയാണ്. ഈ പറയുന്ന റോഹിംഗ്യൻസിന്റെ കാര്യം പറയുമ്പോൾ, റോഹിംഗ്യൻസ് ഇന്ത്യയിലേക്ക് കുടിയേറി അവർ കാശ്മീരിൽ അടക്കം താമസിക്കുന്നുണ്ട്. കാശ്മീരിലുണ്ട്, കേരളത്തിലുണ്ട്, വിവിധ ഭാഗങ്ങളുണ്ട്. അപ്പോൾ അവരോട് അവർക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ ഹാജരായി ചില വലിയ വക്കീലന്മാർ ചെന്നിട്ട് വാദിച്ചു, അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം കിട്ടുന്നില്ല, അവർക്ക് ആഹാരമില്ല, അവർ പട്ടിണിയാണ്, ദുരിതമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കോടതി അവരോട് ചൂണ്ടിക്കാണിച്ചു, വക്കീലന്മാർ, അതോ അവിടേക്ക് നോക്കൂ, മുംബൈയിലെ ചേരികൾ കണ്ടോ, അവിടെ കഴിയുന്ന ഇന്ത്യൻ പൗരന്മാരാണ്. അവർക്കുള്ള ആനുകൂല്യങ്ങൾ അവരിലും അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിലേ ഈ പറയുന്ന അഭയാർത്ഥിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പ്രഥമ പരിഗണന പൗരനാണ്. അത് വീട്ടിലുള്ളവർ പട്ടിണി കിടന്നിട്ട് ഭിക്ഷ ചോദിച്ച് വരുന്നവന് ആഹാരം കൊടുക്കാൻ കഴിയില്ലല്ലോ. അവൻ കഴിച്ചതിന് ശേഷം അവന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്തിട്ട് അവൻ മറ്റൊരാൾക്ക് കൊടുക്കുള്ളൂ. അതല്ലേ ന്യായം? അതല്ലേ നീതി? അതാണല്ലോ. അപ്പോൾ ഇവിടെ അഭയാർത്ഥികളൊക്കെ വന്നോട്ടെ, വരികയാണെങ്കിൽ ശരി, അതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്, അതിനനുസരിച്ച് സ്വീകരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ വരുന്നവരുണ്ടെങ്കിൽ ഇവിടുത്തെ ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്കും എല്ലാം കൊടുത്തതിന് ശേഷമേ അവർക്ക് കൊടുക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പരിഗണനയ്ക്കും ശേഷമേ കിട്ടുകയുള്ളൂ എന്നുള്ളത് കോടതി അടക്കം വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഡി കെ ശിവകുമാർ പറഞ്ഞതിൽ സാങ്കേതികമായി തെറ്റൊന്നുമില്ല. കൃത്യമായിട്ട് SIR-ന് പുറത്തുള്ളവർക്ക്, പൗരന്മാരല്ലാത്ത ഇല്ലെങ്കിൽ ഈ പറയുന്ന ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാകാത്തവർക്ക് പലപ്പോഴും ഈ പറയുന്ന ആനുകൂല്യങ്ങൾ കിട്ടണമെന്നില്ല. ബംഗ്ലാദേശിലെ പശ്ചിമ ബംഗാളിലെ സാഹചര്യം മറ്റൊന്നായതുകൊണ്ടാണ് അവിടെ അത്തരത്തിൽ ഒരു നിയമം കർശനമായിട്ട് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ആസാമിലും അത് തന്നെയാണ് അവസ്ഥ. ഈ പറയുന്ന മേഘാലയയിലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പൊ ഇത്തരം സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഇത് തന്നെയാണ് അവസ്ഥ. എനിക്ക് തോന്നുന്നു കശ്മീരിലും ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും, ഇത്തരത്തിലുള്ള നിയമങ്ങൾ. കാരണം പാകിസ്ഥാനിൽ നിന്ന് കുടിയേറിയവരൊക്കെ ഉണ്ടാവാം. ഈ പറയുന്ന LOPയുടെ അവസ്ഥയൊക്കെ നമുക്കറിയാം. ഈ പറയുന്ന POKയുടെ അവസ്ഥയൊക്കെ അറിയാമല്ലോ. അപ്പൊ POKയുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ കുടിയേറുന്ന ആൾക്കാരുണ്ടായിരിക്കും അനധികൃതമായിട്ട്. അപ്പൊ അതൊക്കെ പൗരത്വ രേഖകളൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ പറയുന്ന പൗരത്വം നൽകാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ അവരെ SIR-ലൊക്കെ ഉൾപ്പെടുത്താറുള്ളൂ. ഇല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്ന് പറയുന്നത്. ഇപ്പൊ അതിന്റെ പേരിൽ ശിവകുമാർ RSS ആയി, BJP ആയി എന്നൊക്കെയാണ് വലിയ തോതിൽ പ്രചരണം നടത്തുന്നത്. അത്
BJP RSS ആവുന്നതിൻ്റെ കാര്യമായിട്ടല്ല. അത് അവിടുത്തെ ഒരു ഭരണാധികാരിക്ക് എടുക്കാൻ കഴിയുന്ന നിലപാട് അങ്ങനെ എടുക്കാൻ കഴിയുള്ളൂ. നിയമത്തിൻ്റെ അനുസൃതമായിട്ടേ പോകാൻ കഴിയുള്ളൂ. അവിടെ നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ടായിരിക്കും. അതങ്ങനെ നടപ്പിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത്രമാത്രമാണ് ഇതിനകത്തുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകേണ്ടത്. ശിവകുമാർ എടുത്തിരിക്കുന്ന നിലപാട് ശരിയാണ് എന്നേ നമുക്ക് പറയാൻ കഴിയും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.